എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് കിഫ്ബിയിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD വഴി കിഫ്ബിയിലേക്കാണ് വേക്കൻസി ഉള്ളത്. ടെക്നിക്കൽ റിസോഴ്സ് സെൻറ്ററിലേക്കാണ് വേക്കൻസി ഉള്ളത്. തസ്തിക വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ട്രെയിനീസ് ആയിട്ടാണ്. കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ട്രെയിനി GCW ആണ്. വേക്കൻസി 5. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. PG ഇൻ സ്ട്രക്ചറിലുള്ളവർക്ക് മുൻഗണനയുണ്ട്. CGPA 75% ആവശ്യമാണ്. കാൻഡിഡേറ്റ്സിന് ബാക്ക്ലോഗ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ട്രെയിനി SSC ആണ്. വേക്കൻസി 1. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ MTech ഉണ്ടായിരിക്കണം ഇൻ റെലവൻറ്റ് ഫീൽഡ്. മിനിമം CGPA വേണ്ടത് 75% ആണ്. ബാക്ക്ലോഗ് പേപ്പേഴ്സ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ട്രെയിനി ഇലക്ട്രിക്കൽ ആണ്. വേക്കൻസി 3. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് PG ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. CGPA വേണ്ടത് 75% ആണ്. ബാക്ക്ലോഗ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ട്രെയിനി PM&C ആണ്. വേക്കൻസി 2. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. 75% മാർക്ക് ഉണ്ടായിരിക്കണം. ബാക്ക്ലോഗ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പ്രൊഫഷൻസി ഇൻ പ്രൈസ് സോഫ്റ്റ്വെയർ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ട്രെയിനി ബ്രിഡ്ജസ് ആണ്. വേക്കൻസി 1. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. മിനിമം CGPA 75% ആണ്. ബാക്ക്ലോഗ് ഉണ്ടാവാൻ പാടില്ല. പ്രൊഫഷൻസി ഇൻ അനാലിസിസ് ആൻഡ് ഡിസൈൻ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 5 തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശമ്പളം പെർ മന്ത് 25,000 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി 25 വയസ്സ് വരെ. ഇനി നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിലോ സെമിനാറുകളിലോ ഒക്കെ പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അഡീഷണൽ വെയിറ്റേജ് കിട്ടുന്നതായിരിക്കും. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. 6 മാസത്തിനകം എടുത്ത ഫോട്ടോ ആയിരിക്കണം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും ഫോർമാറ്റ് JPEG ആണ്. സൈസ് ഫോട്ടോ ആണെങ്കിൽ 200 KB താഴെ ആയിരിക്കണം. സിഗ്നേച്ചർ ആണെങ്കിൽ 50 KB താഴെ ആയിരിക്കണം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ക്വാളിഫിക്കേഷൻ്റെത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് ഇമെയിൽ IDയും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം. എക്സാമിൻ്റെയോ ഇൻ്റർവ്യൂവിൻ്റെയോ ഒക്കെ തന്നെ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻറ്റിമേഷൻ വരുന്നത് മെയിൽ വഴിയായിരിക്കും. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആപ്ലിക്കേഷൻ സ്ക്രീനിങ്, ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിങ്, ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴിയോ SMS വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും. ഓരോ തസ്തികയുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.cmd.kerala.gov.in ആണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ 12 വൈകുന്നേരം 5 മണി വരെയാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ കിഫ്ബിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.